ശ്രീ ടി ജി മോഹൻദാസ്, ഈ രാഹുലിന്റെ പത്രികാ സമർപ്പണത്തിനിടെ നടന്ന റോഡ് ഷോയിൽ ലീഗിന്റെയും കോൺഗ്രസിന്റെയും കൊടികൾ ഉപേക്ഷിച്ച് രാഹുലിന്റെ ചിത്രങ്ങൾ മാത്രം ഉയർത്തിക്കാട്ടിയാണല്ലോ പ്രവർത്തകർ പങ്കെടുത്തത്. എങ്ങനെ നോക്കിക്കാണുന്നു ഈ സാഹചര്യത്തെ? അല്ല, അത് ഏതെങ്കിലും കൊടി കാണിച്ചു കഴിഞ്ഞാൽ അത് കേരളത്തിന് പുറത്ത് ഉപയോഗിക്കപ്പെടും. ആ പേടിയാണ്. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി ഇവിടെ വയനാട്ടിൽ ജയിച്ചെങ്കിലും കോൺഗ്രസ് തോറ്റ് തുന്നം പാടിയത് ഈ ലീഗിന്റെ കൊടിയും പിടിച്ച് നടന്നുകൊണ്ടാണ്. അത് പാകിസ്ഥാന്റെ കൊടിയാണെന്നാണ് എല്ലായിടത്തും പ്രചരിപ്പിക്കപ്പെട്ടത്. ആണ് തന്നെ, ഇത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു അപകടം കോൺഗ്രസിന് മനസ്സിലായി. അപ്പൊ എന്ത് ചെയ്യും? ലീഗിന്റെ കൊടി മാറ്റുക, എന്നിട്ട് കോൺഗ്രസിന്റെ മാത്രമായിട്ട് പിടിക്കാൻ ലീഗ് സമ്മതിക്കുക. കാരണം ലീഗിന്റെ ബലത്തിലാണ് ഈ ആശാൻ അവിടെ മത്സരിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിന്റെയും കൊടി വേണ്ട, ആരുടെയും കൊടി വേണ്ട. പിന്നെ എന്ത് ചെയ്യും? രാഹുൽ ഗാന്ധിയുടെ ബനിയനോ വല്ലതും കാണിച്ചുകൊണ്ട് നടക്കുക. ഇതാണ് സംഭവിച്ചത്. ടീഷർട്ട് ഇട്ട രാഹുൽ ഗാന്ധി അത് കാണിച്ചുകൊണ്ട് നടക്കുക. അത് തന്നെ മുഴുവനൊന്നും കണ്ടില്ല. സത്യത്തിൽ കൊടിയില്ലാതെ, അഡ്രസ് ഇല്ലാതെ രാഹുൽ ഗാന്ധി മത്സരിക്കുകയായിരുന്നു. അതിനകത്തൊരു തമാശ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജ്മോഹൻ ഉണ്ണിത്താൻ ബഹളം വെച്ചില്ലേ കാസർഗോഡ്? ആ ബഹളം വെച്ചത് രാഹുകാലം കൊണ്ടാ. രാഹുകാലത്തിന് മുമ്പ് നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ സമ്മതിക്കില്ല എന്ന് ഭയന്നിട്ടാണ് അയാൾ ബഹളം വെച്ചത്. ഇത് തന്നെയാണ് രാഹുൽ ഗാന്ധിയും ചെയ്തിരിക്കുന്നത്. വയനാട് 12 മണിക്ക് മുമ്പ് നമ്മുടെ ബുദ്ധിയുള്ള മലയാള മാധ്യമങ്ങൾ ചെയ്തത് 12 മണിയോടുകൂടി രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും പറഞ്ഞു. ഈ ഓട് കൂട്ടിയത് ഈ രാഹുകാലം ഒഴിവാക്കാനാണ്. ഇതൊക്കെയാണ് തമാശ. എന്നിട്ട് ഇവര് ഹിന്ദു ധർമ്മത്തിൽ ശക്തിയുണ്ട്, അതിനെ ഞാൻ തട്ടിക്കളയെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയി പ്രസംഗിക്കും. ഈ കാപട്യത്തിന്റെ ഒന്നാന്തര ഉദാഹരണമാണ്. വിഷയത്തിൽ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെ മുസ്ലിം സമൂഹത്തിന്റെ വോട്ട് നേടാനുള്ള ശ്രമവും. അയ്യോ, ഇവിടെ തെറ്റിദ്ധാരണയൊന്നുമില്ല. ഇതിന് പുറത്ത് തെറ്റിദ്ധാരണ ഉണ്ടാവും എന്നുള്ള ഭയം കൊണ്ടാണ് സകല കൊടിയും താഴെ വെച്ചത്. ബാലേന്ദ്രൻ ചുള്ളിക്കാട് പണ്ട് എഴുതിയില്ലേ, മതി ഗൗരി അമ്മയെ കൊടി താഴെ വയ്ക്കാം എന്ന്. അതുപോലെ മതി രാഹുൽ ഗാന്ധി കൊടി താഴെ വയ്ക്കാം എന്നുള്ള അവസ്ഥയായി കോൺഗ്രസിന്. പരമദയനീയമാണ് കോൺഗ്രസിന്റെ ഗതികേട്.